ബാംഗ്ലൂരിലെ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ സന്ദീപ് പാണ്ഡയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ കിട്ടി. വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താനായി ഇരുമ്പ് വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദീപിന്റെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ദൃശ്യം കാണാം. എവനെയൊക്കെ അധ്യാപകൻ എന്നാണോ പേര് വിളിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഹോസ്റ്റൽ വാർഡൻ കൂടിയായ സന്ദീപ് ഹോസ്റ്റലിൽ ആൺകുട്ടികളെ മർദ്ദിക്കുന്ന പതിവാണെന്നാണ് കുട്ടികൾ പറയുന്നത്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. പറയാ അജ്മൽ. ഈ ബംഗളൂരുവിൽ ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം അരുവിക്കരയിലുള്ള BDS വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ ആ മരണത്തിനു പിന്നാലെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്ന അതേ അധ്യാപകനെതിരെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത്. അധ്യാപകനും അതോടൊപ്പം തന്നെ ഹോസ്റ്റൽ വാർഡനുമായ ഈ സന്ദീപ് പാണ്ഡെ അയാൾ വിദ്യാർത്ഥികളെ ഇരുമ്പ് വടി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സഹപാഠികളായ വിദ്യാർത്ഥികൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നതും. ഈ ആദിത്യന്റെ മരണത്തിന് പിന്നാലെ കുടുംബം ഉന്നയിച്ച പ്രധാന ആരോപണമെന്ന് പറയുന്നത് ഈ സന്ദീപ് പാണ്ഡെ ആദിത്യനെ നിരന്തരമായി മാനസിക പീഡനത്തിന് വിധേയമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ സന്ദീപ് പാണ്ഡെ ഈ വിദ്യാർത്ഥിക്കെതിരെ ആദിത്യനെതിരെ നിരന്തരമായി വ്യാജ ആരോപണങ്ങൾ, ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥിയാണെന്നുള്ള തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത്തരം ആരോപണങ്ങളെ ശരിവെക്കും വിധത്തിലാണ് പിന്നീട് വിദ്യാർത്ഥികളുടെ സന്ദേശങ്ങൾ കുടുംബത്തിനെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന ആദിത്യൻ നിരന്തരമായി മാനസിക ശാരീരിക ഉപദ്രവങ്ങൾക്ക് ഇയാൾ വിധേയനാക്കിയിട്ടുണ്ട് എന്നും ഈ ആദിത്യന്റെ പോലെ തന്നെ കോളേജിലെ വിദ്യാർത്ഥികൾ നിരന്തരമായി ഇയാളുടെ പീഡനത്തിന് വിധേയമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 19 വിദ്യാർത്ഥികൾ, കൊച്ചി സ്വദേശിയായ വിദ്യാർത്ഥി ഉൾപ്പെടെ 19 വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും പഠനം നിർത്തി തിരിച്ചു വന്നിട്ടുണ്ട് എന്നുമായിരുന്നു വിദ്യാർത്ഥികൾ കുടുംബത്തിനയച്ച സന്ദേശം. ഈ സന്ദേശങ്ങളെയും ശരിവെക്കും വിധത്തിലാണ് ഇപ്പോൾ ആദിത്യനെയും ആദിത്യന്റെ സഹപാഠികളെയും ഒക്കെ ഇരുമ്പ് വടികൾ ഉപയോഗിച്ച് ഈ സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകനും ഹോസ്റ്റൽ വാർഡനുമായ ഈ കോളേജിലെ ജീവനക്കാരൻ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.